ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 13 ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് 14-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, മുനാഫിക്കുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ആളുകളെ ഭയപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സത്യവിശ്വാസികളെയാണ് അവർ ഭയപ്പെടുന്നത്. അതിനെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു, ലാ യുഖാത്തിലൂനക്കും ജമീഅ. ലാ യുഖാത്തിലൂനക്കും, ഖാത്തല എന്ന് പറഞ്ഞാൽ പരസ്പരം പോരാടി അല്ലെങ്കിൽ യുദ്ധം ചെയ്തു. അതിൻ്റെ മുളാരി യുഖാത്തിലു എന്നാണ്. ഖാത്തല എന്നുള്ളത് മാദിയായ പദമാണ്. മാദി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലക്രിയ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്. യുഖാത്തിലു എന്നുള്ളത് മുളാരിയാണ്. മുളാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ യുഖാത്തിലു എന്ന് പറഞ്ഞാൽ പരസ്പരം പോരാടുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും, പരസ്പരം പോരാടും. യുഖാത്തിലൂന, അവർ യുദ്ധം ചെയ്യും. കും, നിങ്ങളോട്. യുഖാത്തിലൂനക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും. അതിൻ്റെ മുമ്പിൽ ലാ വന്നു കഴിഞ്ഞാൽ ഇല്ല, അല്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ലാ യുഖാത്തിലൂനക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. അപ്പോൾ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നുള്ളത് ലാ എന്നുള്ളത് വരുമ്പോൾ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല എന്നായി മാറും. ജമീഅൻ, ഒന്നിച്ച്, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന്. ഇല്ല ഫി ഖുറൻ, ഇല്ല അല്ലാതെ, ഒഴികെ. ഫി ഖുറൻ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഖുറൻ എന്നുള്ളത് ഖറിയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ നാട്, പ്രദേശം, ഗ്രാമം, രാജ്യം, പല അർത്ഥങ്ങളും കൊടുക്കാം. ഖറിയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുറൻ. ഖുറൻ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ നാടുകൾ, പ്രദേശങ്ങൾ, രാജ്യങ്ങൾ. ഫി ഖുറൻ എന്ന് പറഞ്ഞാൽ നാടുകളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ. ഇല്ലാ ഫി ഖുറൻ, നാടുകളിൽ അല്ലാതെ, പ്രദേശങ്ങളിൽ അല്ലാതെ. എങ്ങനെയുള്ള പ്രദേശങ്ങൾ? മുഹസ്വനത്തിൻ. ഹസ്വന എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി എന്നാണ്. ഹസ്വന എന്നുള്ളത് ശബ്ദുള്ള രൂപത്തിലാണെങ്കിൽ സുരക്ഷിതമാക്കി. അഹ്സ്വന എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, സുരക്ഷിതമാക്കി. ഹിസ്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഹിസ്നുൻ ജമ്മ ഹുസൂന്, കോട്ടകൾ, സുരക്ഷിത സ്ഥാനങ്ങൾ. ഇവിടെ മുഹസ്വനത്തിൽ നിന്നാണ് വന്നത്. മുഹസ്വനത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാക്കപ്പെട്ട അല്ലെങ്കിൽ കോട്ട കെട്ടപ്പെട്ട എന്നർത്ഥം. ഇല്ലാ ഫി ഖുറൻ മുഹസ്വനത്തിൻ, സുരക്ഷിതമാക്കപ്പെട്ട നാടുകളിൽ വെച്ചല്ലാതെ, അല്ലെങ്കിൽ കോട്ട കെട്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചല്ലാതെ. ഔ, അല്ലെങ്കിൽ. മിൻ വറാഇ, വറാ എന്ന് പറഞ്ഞാൽ പിൻഭാഗം. മിൻ വറാഇ, പിന്നിൽ, പിന്നിൽ വെച്ച്, പിൻഭാഗത്ത് വെച്ച് എന്നർത്ഥം, മറവിൽ വെച്ച്. ജുദുറിൻ, എന്തിൻ്റെ പിൻഭാഗം? ജുദുറിൻ. ജിദാർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജുദുർ. ജിദാർ എന്ന് പറഞ്ഞാൽ മതിൽ, ചുമര് എന്നർത്ഥമൊക്കെയാണ്. ജുദുർ അതിൻ്റെ ബഹുവചനമാണ് ചുമരുകൾ അല്ലെങ്കിൽ മതിലുകൾ. മിൻ വറാഇ ജുദുരിൻ എന്ന് പറഞ്ഞാൽ ചുമരുകളുടെ പിൻഭാഗത്ത് വെച്ച് അല്ലെങ്കിൽ മതിലുകളുടെ പിൻഭാഗത്ത് വെച്ച്. ബഅ്സുഹും ബൈനഹും ഷദീദുൻ. ബഉസ എന്ന് പറഞ്ഞാൽ കരുത്തനായി, ധീരനായി എന്നൊക്കെയാണ് അർത്ഥം. ബഅ്സ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും ഇതിനുണ്ട്. ശിക്ഷ, ഭയം, ശത്രുത, ധീരത, ശൂരത, സമരം, തടസ്സം, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ബഅ്സുഹും, അവരുടെ ശൂരത അല്ലെങ്കിൽ അവരുടെ ശത്രുത അല്ലെങ്കിൽ അവരുടെ സമരം. ബൈനഹും, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഹും അവർക്ക്, ബൈനഹും അവർക്കിടയിലുള്ള. ബഅ്സുഹും ബൈനഹും,
അവർക്കിടയിലുള്ള അവരുടെ സമരം, അവർക്കിടയിലുള്ള അവരുടെ ശത്രുത, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള അവരുടെ ശൂരത ഷദീദുൻ, അത് കഠിനമായതാണ്. തഹ്സബുഹും, ഹസിബ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യഹ്സബു, തഹ്സബു എന്നൊക്കെ. ഹസിബ എന്നുള്ളത് മാളിയായ പദമാണ്, ഭൂതകാലക്രിയ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്. ഹസിബ എന്ന് പറഞ്ഞാൽ കണക്കാക്കി, വിചാരിച്ചു, അല്ലെങ്കിൽ വിചാരണ നടത്തി എന്നൊക്കെയാണ്. ഹിസാബ്, വിചാരണ നമുക്കറിയാലോ. യഹ്സബു എന്ന് പറഞ്ഞാൽ അവൻ വിചാരിക്കും, അവൻ വിചാരിക്കുന്നു. തഹ്സബു, നീ വിചാരിക്കും, നീ വിചാരിക്കുന്നു. തഹ്സബുഹും, നീ അവരെക്കുറിച്ച് വിചാരിക്കുന്നു. ഹും എന്ന് പറഞ്ഞാൽ അവർ. അപ്പോൾ തഹ്സബു, നീ വിചാരിക്കുന്നു. ഹും, അവർ എന്ന് പറഞ്ഞാൽ നീ അവരെക്കുറിച്ച് വിചാരിക്കുന്നു. ജമീഅൻ, അവർ ഒരുമിച്ചാണെന്ന്. ജമീഅൻ, ഒരുമിച്ച്. അപ്പോൾ നീ അവരെക്കുറിച്ച് വിചാരിക്കുന്നു, ഒരുമിച്ചാണെന്ന്, അവർ ഒരുമിച്ചാണെന്ന്. വ ഖുലൂബുഹും, ഖുലൂബ്, ഖൽബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുലൂബ്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം. ഖുലൂബ്, ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൾ. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. ഷത്ത, ഷത്തീത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഷത്ത. ഷത്തീത്ത് എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമായത്. ഷത്ത എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമായവ, ബഹുവചനാണ്. മറ്റൊരു ഇതേപോലെയുള്ള പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷത്താത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഷ്താത്ത്. അഷ്താത്തല്ലി ഉറവ് അഴമാലഹും, അല്ലേ? അഷ്താത്ത്. ഷത്താത്ത് എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നം തന്നെയാണ്, ഇതേ അർത്ഥം തന്നെയാണ് വരിക. അതിൻ്റെ ബഹുവചനം അഷ്താത്ത്. ഇത് ഷത്തീത്തിൻ്റെ ബഹുവചനമാണ് ഷത്ത എന്നുള്ളത്. അപ്പോൾ വ ഖുലൂബുഹും ഷത്ത, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകൾ ഷത്ത, അത് ഛിന്ന ഭിന്നമാണ്. ദാലിക, അത് ബി അന്നഹും, ബി കൊണ്ട്, അന്ന നിശ്ചയമായും, ഹും അവർ, ബി അന്നഹും അവർ, നിശ്ചയമായും അവർ അങ്ങനെ ആയതുകൊണ്ടാണ്. എങ്ങനെ? ഖൗമുൻ, ഒരു ജനത. ബി അന്നഹും ഖൗമുൻ, നിശ്ചയമായും അവർ അങ്ങനെയുള്ളൊരു ജനത ആയതുകൊണ്ടാണ്. എങ്ങനെയുള്ള ജനത? ലാ യാഖിലൂൻ. അഖല എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊടുത്തു, അല്ലെങ്കിൽ ചിന്തിച്ചു, ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കി എന്നൊക്കെയാണ് അഖല. അതിൻ്റെ മുദാരി യഅഖിലു, തഅഖിലു എന്നൊക്കെയാണ് വരിക. അഖല എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അല്ലെങ്കിൽ ചിന്തിച്ചു. യഅഖിലു, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കും. യാഖിലൂൻ, അവർ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നു. ലാ യാഖിലൂൻ, ചിന്തിക്കാത്തവരായ, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഖൗമുൻ ലാ യാഖിലൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്തവരായ ജനത. ദാലിക ബി അന്നഹും ഖൗമുൻ ലാ യാഖിലൂൻ, അത് അവർ ചിന്തിക്കാത്തവരായ ഒരു ജനതയായതുകൊണ്ടാണ്. ബി അന്നഹും, അവർ അങ്ങനെ ആയതുകൊണ്ടാണ്. എങ്ങനെ? ഖൗമുൻ ലാ യാഖിലൂൻ, ചിന്തിക്കാത്തവരായ ഒരു ജനത. നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. ലാ യുഖാത്തിലൂനക്കും ജമീഅൻ ഇല്ലാ ഫി ഖുറൻ മുഹസ്വനത്തിൻ ഔ മിൻ വറാഇ ജുദുരിൻ. വല്ല മതിലുകളുടെയും പിൻഭാഗത്ത് വെച്ചോ സുരക്ഷിതമാക്കപ്പെട്ട രാജ്യങ്ങളിൽ, നാടുകളിൽ വെച്ചോ അല്ലാതെ അവർ ഒന്നിച്ച് നിങ്ങളുമായി യുദ്ധം ചെയ്യുകയില്ല. ബഅ്സുഹും ബൈനഹും ഷദീദുൻ, അവർക്കിടയിലുള്ള ശത്രുത, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള സമരം അത് കഠിനമാണ്. തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ഷത്ത, അവർ ഒന്നിച്ചവരാണ് എന്ന് താങ്കൾ അവരെക്കുറിച്ച് വിചാരിക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണ്. ദാലിക ബി അന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അത് അവർ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത ഒരു സമൂഹമായതുകൊണ്ടാണ്. ഇനി നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ ഒരു ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ കപടവിശ്വാസികളെക്കുറിച്ചാണ്. എന്നാൽ കപടവിശ്വാസികളെക്കുറിച്ചും ജൂതന്മാരെക്കുറിച്ചും രണ്ടുപേരെക്കുറിച്ചും എന്നുള്ള അഭിപ്രായമുണ്ട്. ശരി, ആ കപടവിശ്വാസികളുടെ ഒരു പ്രത്യേകത അള്ളാഹു തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു. അവർ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് സത്യവിശ്വാസികളെയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ട് അള്ളാഹു പറയാണ്, അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തായാലും നിങ്ങളുമായിട്ട് അവർ യുദ്ധത്തിന് വരില്ല. ആ രൂപത്തിൽ അവർ ചെയ്യൂല. എങ്ങനെയല്ലാതെ? അവർ ഏതെങ്കിലും ഒരു സുരക്ഷിതമാക്കപ്പെട്ട നാട്ടിൽ വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതിലിൻ്റെ പിൻഭാഗത്ത് വെച്ചോ അല്ലാതെ. എന്ന് പറഞ്ഞാൽ അവർ ഭീരുക്കളാണ് എന്നർത്ഥം.
അവർക്ക് താങ്കളുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ല. അഥവാ അവരെങ്ങാനും യുദ്ധത്തിന് വരികയാണെങ്കിൽ തന്നെയും ഒളിഞ്ഞു നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനേ അവർക്ക് പറ്റുള്ളൂ. നേരിട്ട് മുഖാമുഖം ഏറ്റുമുട്ടാൻ അവരെ കൊണ്ട് കഴിയൂല. അവർ ഭീരുക്കളാണ്. ആ രൂപത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല അവർക്കിടയിലുള്ള ശത്രുത അത് വളരെയധികം കഠിനവുമാണ്, വളരെയധികം ശക്തമാണ് അവർക്കിടയിലുള്ള ശത്രുത. അവരെക്കുറിച്ച് താങ്കൾ വിചാരിക്കുന്നു അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഐക്യമുള്ളവരാണ്, ഒരുമിച്ചവരാണെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യം. അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണ്. അതിൻ്റെ കാരണം അവർ ബുദ്ധി കൊടുക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത, ബുദ്ധിശൂന്യരായ ജനതയാണ്, അങ്ങനെയുള്ള സമൂഹമാണ്. നോക്കൂ, ഈ ഒരു കപടവിശ്വാസികളുടെ പ്രത്യേകത അള്ളാഹു കൃത്യമായി എടുത്തു കാണിക്കുകയാണ്. അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് താങ്കളുമായി യുദ്ധം ചെയ്യാൻ അവർ വരില്ല. കാരണം ഒരുമിച്ച് ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നും, ഐക്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നും അവരുടെ ഇടയിലില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഒരു ലക്ഷ്യമുണ്ട്, അവർക്ക് ഒരു ഐക്യമുണ്ട്. കാരണം അവർ നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ദീനിലാണ്. അവർ നിലകൊള്ളുന്നത് നാളെ പരലോകത്ത് വിജയം വരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമുള്ള എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് ഒരു പരിചയവുമില്ലാത്ത മുഹാജിറുകൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ അൻസാറുകൾ രണ്ട് കൈയും നീട്ടി അവരെ സ്നേഹിച്ചതും സ്വീകരിച്ചതുമൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ ഒരു തൗഹീദിൻ്റെ ഒരു ഐക്യം, ഞങ്ങളെല്ലാവരും ഒരേ ആദർശത്തിൽ ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നവരാണ്, ഒരേ വിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ്, നാളെ ഒരേ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. ആ രൂപത്തിലൊക്കെയുള്ള ഒരു ചിന്ത, ആ ഒരു ലക്ഷ്യം സത്യവിശ്വാസികൾക്കുണ്ട്. അതേപോലെ ഒരു ലക്ഷ്യം ഇവർക്കില്ല. ഇവർ ഛിന്ന ഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഇവർ ഭയങ്കര ശത്രുക്കളാണ്. അവർ തമ്മിലുള്ള പോരാട്ടം നല്ല ശത്രുതയിലുണ്ടാവും, നല്ല കാഠിന്യമുണ്ടാവും. മാത്രവുമല്ല അവരുടെ ശത്രുത വളരെയധികം കാഠിന്യമുള്ളതുമാണ്. അങ്ങനെ അവർ തമ്മിൽ വളരെയധികം ശത്രുതയിലായതുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് താങ്കൾ എതിർക്കൂല. എന്നാൽ അവർ നിലകൊള്ളുന്നത് കണ്ടാൽ താങ്കൾക്കൊരു പക്ഷേ തോന്നും, താങ്കൾ വിചാരിക്കും അവർ ഐക്യമുള്ളവരാണ്, ഒറ്റക്കെട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കാര്യം. അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണ്. എന്താണ് അതിൻ്റെ കാരണമെന്നറിയോ? അവർ ബുദ്ധി ഉപയോഗിക്കാത്ത ജനതയാണ്, ബുദ്ധിശൂന്യരാണ്. ആ കപടവിശ്വാസികൾക്ക് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ ചിന്തിക്കുമായിരുന്നു എന്തായിരിക്കും മരണത്തിന് ശേഷം സംഭവിക്കുക. ഈ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവരത് സ്വീകരിക്കുമായിരുന്നു. ഇനി അതല്ല, ഞങ്ങളെല്ലാവരും ഇവരെ ഒന്നിച്ചെതിർത്താൽ അവരെ ആ തരത്തിൽ തോൽപ്പിക്കാമെന്നുള്ള രൂപത്തിലൊക്കെ അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളെ അവർ തോൽപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അവർ ബുദ്ധി കൊടുക്കാത്തൊരു ജനതയാണ്. ഇനി ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തഹ്സബുഹും ജമീഅൻ വ ഖുലൂബുഹും ശത്ത എന്ന് പറഞ്ഞു. മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർക്കണം. അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണെന്നൊക്കെ തോന്നും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഛിന്ന ഭിന്നമാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സത്യവിശ്വാസികളെക്കുറിച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്തുള്ള മുസ്ലിമീങ്ങളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കുക. ഈ ആയത്തിൻ്റെ ഈ ഭാഗം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. സത്യവിശ്വാസികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവരൊറ്റക്കെട്ടാണോ? ഒരേ തൗഹീദിൽ വിശ്വസിച്ച് ഒരേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി, ഒരേ സ്വർഗത്തിലേക്ക് പോവേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി, ആ ഒരേ ആദർശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരേ വിശ്വാസത്തോടു കൂടി നിലനിൽക്കുന്ന ആളുകൾ പോലും ഛിന്ന ഭിന്നങ്ങളല്ലേ? അപ്പോൾ അള്ളാഹു മുനാഫിക്കുകളുടെ ലക്ഷണമായിക്കൊണ്ട് പറഞ്ഞ, അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഇന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ടത് ഒരു ഐക്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഒരേ അഭിപ്രായമൊന്നും ഉണ്ടാവണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ സ്വഹാബികൾക്കും ഒരേ അഭിപ്രായമായിരുന്നോ? അല്ലല്ലോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യുക? ഇത് എൻ്റെ അഭിപ്രായം, ഞാൻ ഈ അഭിപ്രായത്തിലാണ് നിലനിൽക്കുന്നത്, ഇത് നിൻ്റെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ആ സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് സ്വഹാബികൾ ജീവിക്കുമ്പോഴൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു എങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളോട് കൂടി തന്നെ തോളോട് തോൾ ചേർന്നിട്ടാണ് അവർ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ സമൂഹമായിട്ട് ഒറ്റ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അത് നിൻ്റെ അഭിപ്രായം, എനിക്കതിനോട് യോജിപ്പില്ല, ഇത് എൻ്റെ അഭിപ്രായം, ഞാൻ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അതിനെന്തിനാണ് തമ്മിൽ തെറ്റുന്നത്? അതിനെന്തിനാണ് വഴക്ക് പറയുന്നത്? അതിനെന്തിനാണ് അസഭ്യം പറയുന്നത്? അപ്പോൾ ഒരേ ആദർശത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന സമൂഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ചെറിയ നിസ്സാരമായ വ്യത്യാസങ്ങളുടെ പേരിൽ പോലും വളരെയധികം അകറ്റി നിർത്തുന്ന ഒരു മനസ്സ് അതൊരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. അതേസമയം പറയാൻ പറ്റണം, ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ എങ്കിലും നമ്മൾ ഒരു സമൂഹമാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഈ ഒരു രൂപത്തിൽ നമ്മുടെ മനസ്സ് ഐക്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ മുനാഫിക്കുകളുടെ ഐക്യമില്ലായ്മയെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുമ്പോൾ അവർ ഐക്യപ്പെട്ടവരാണെന്നൊക്കെ നബിയെ താങ്കൾക്ക് തോന്നും, പക്ഷേ അവരങ്ങനെയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ച് നോക്കണമെന്നർത്ഥം. ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു അവർ താങ്കളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ വരൂല, അല്ലെങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്യാൻ അവർ വരൂല. അവരൊരു മതിലിൻ്റെ പിറകിലോ അല്ലെങ്കിൽ സുരക്ഷിതമാക്കപ്പെട്ട സ്ഥലത്തോ ഒക്കെ നിന്നിട്ടേ യുദ്ധം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ തന്നെയും അതിന് നമ്മൾ കാണുന്ന ഒരു പൊതുവെയുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പുറത്ത് കാണുന്നൊരു അർത്ഥമുണ്ട്. അത് ആ വാചകത്തിൽ പറഞ്ഞ അർത്ഥം തന്നെ. എന്നാൽ ഒന്നുകൂടെ ആ ആയത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആദർശം കൊണ്ട് നിങ്ങളുടെ ആദർശത്തെ നേരിട്ട് ഏറ്റുമുട്ടാൻ അവർക്ക് കഴിയില്ല. കാരണം നിങ്ങൾക്ക് കൃത്യമായ ഒരു ആദർശമുണ്ട്, അതിന് തെളിവുമുണ്ട്, അത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്, ദൃഷ്ടാന്തങ്ങളായിട്ട് ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ ഒരു ആദർശവും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആദർശം കൊണ്ട് നിങ്ങളുടെ ആദർശത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന പരലോകവും നിങ്ങൾ വിശ്വസിക്കുന്ന ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസവും ഈ കാര്യങ്ങളെയൊന്നും യാതൊരു ആദർശവുമില്ലാത്ത അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അവരിങ്ങനെ ഏതെങ്കിലും ഒരു മറവിലൊക്കെ നിന്നുകൊണ്ട് നിങ്ങളെ പരിഹസിക്കാനും നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കാനൊക്കെ അവർക്ക് പറ്റുള്ളൂ. അതല്ലാതെ മുഖാമുഖം വന്നുകൊണ്ട് ആദർശവുമായി സംസാരിക്കുവാൻ, ആ രൂപത്തിൽ അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുവാൻ അതിനുള്ള ധൈര്യം അവർക്കില്ല. അവരുടെ ആദർശം തോറ്റുപോകുമെന്നർത്ഥം. അവരുടെ ആദർശം കൊണ്ട് നിങ്ങളുടെ ആദർശത്തെ ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന രൂപത്തിലും നമുക്ക് ആ ആയത്തിൻ്റെ ഉള്ളിലൂടെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. ഏതായാലും ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ലാ യുഖാത്തിലൂനക്കും ജമീഅൻ ഇല്ല. അവിടെ ജമീഅൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനുണ്ട്, ശേഷം വരുന്നത് ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കണം. അപ്പോൾ ജമീഅൻ, അൻ എന്നുള്ള ശബ്ദം, ആ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം, ഇൽഹാർ ചെയ്യണം. ഇല്ലാ ഫി ഖുറൻ, അവിടെ ഖുറൻ എന്നുള്ളിടത്തും തൻവീന് വന്നു. അതിനുശേഷം വന്നത് മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഖുറം മുഹസ്സന, ആ മീമിന് ഷദ് കൊടുത്ത പോലെ ഉണ്ടാവും. ഖുറ എന്ന് പറഞ്ഞിട്ട് പിന്നെ മീമിന് ഷദ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ മണിച്ചിട്ട് മീമിനെ പറയില്ലേ, ആ രൂപത്തിൽ പാരായണം ചെയ്യുക. ഖുറം മുഹസ്സന. മുഹസ്സനത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തൻവീന് വന്നു, ശേഷം ഹംസയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇൽഹാർ, വെളിവാക്കി പറയാം. മുഹസ്സനത്തിൻ ഔ, മുഹസ്സനത്തിൻ ഔ. മ്യൂ വറായി, വാവിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, അവിടെ ആ നൂനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. മ്യൂ വറായി. വറായി എന്നുള്ളിടത്ത് റാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ. നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിൽ. ഒരേ പദത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം. വ്യത്യസ്ത പദങ്ങളിലായിരുന്നുവെങ്കിൽ നിർബന്ധമല്ല. അതുകൊണ്ട് വറായി. ജുദുരിൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും പാരായണം ചെയ്യാം. നിർത്തുകയാണെങ്കിൽ റാ ഇന് സുക്കൂനിട്ട് നിർത്തുക, അപ്പോൾ ജുദുർ എന്ന് പറഞ്ഞിട്ട് നിർത്തുക. നിർത്താതെ പോവുകയാണെങ്കിൽ ആ തൻവീനിനെ നമ്മൾ ഉച്ചരിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിന് ശേഷം വരുന്ന അക്ഷരമാണ്. അതിന് ശേഷം വരുന്ന അക്ഷരം ബ ആണ്. ബാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം, ഇഖ്ലാബ് ചെയ്യണം. അത് സൂചിപ്പിക്കാൻ ഒരു മീം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ഒരു വാല് താഴേക്കുള്ള മീം. അപ്പോൾ അവിടെ ജുദുരിൻ എന്നല്ല പറയുക, ജുദുരിം
ഒരു മീമിലേക്ക് അവിടെ ശബ്ദം കൊണ്ടുപോവുക. ജുദുരിം ബഅ്സുഹും ബൈനഹും ബഅ്സുഹും ബൈനഹും. അവിടെ നമുക്ക് കാണാം ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നു, അവിടെ മണിക്കണം. ഇപ്പോൾ ഈ ഒരു ഇഖ്ലാബിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഏറെക്കുറെ അതേപോലെ തന്നെയാണ് അവിടെയും വരിക. ബഅ്സുഹും ബൈനഹും ഷദീദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ജീമ് കാണാം. അവിടെയും പാരായണം നിർത്താതെയും പോവാം. നിർത്തുകയാണെങ്കിൽ ഷദീദ് എന്ന് പറഞ്ഞിട്ട് ദാലിന് സുക്കൂനിട്ട് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂനിട്ട നിയമം അവിടെ ബാധകമാണ്. കുറച്ച് കട്ടിയിൽ പറയണം, ഗൗരവത്തിൽ പറയണം, അല്ലെങ്കിൽ കുറച്ച് മുഴക്കത്തിൽ പറയണം. ഷദീദ് അങ്ങനെ അവിടെ സുക്കൂനിട്ട് നിർത്തുമ്പോൾ തൊട്ട് മുമ്പത്തെ നീട്ടൽ വേണമെങ്കിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. മദ് ആരിതായിട്ട് വരും, ഷദീദ്. ഇനി അവിടെ നിർത്താതെ പോവുകയാണെങ്കിലോ, അപ്പോൾ ഷദീദ് അവിടെ അധികം നീട്ടാൻ പാടില്ല, 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ പറ്റുള്ളൂ. ആ ഷദീദുൻ എന്നുള്ളതിൻ്റെ തെൻവീൻ ഉച്ചരിക്കണം. അപ്പോൾ ശേഷം വരുന്ന അക്ഷരം നോക്കണം, ത ആണ്. താഇൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഷദീദുൻ തഹ്സബുഹും. ഇനി ജമീഅൻ, വീണ്ടും ജമീഅൻ എന്നതിൻ്റെ അവസാനത്തിൽ തെൻവീന് വന്നു, ശേഷം വാവാണ്. ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ജമീഅൻ വ ഖുലൂബുഹും ശത്ത എന്നാണ്. അവിടെ ശത്ത എന്നുള്ളിടത്തൊരു ജീമ് കാണാം. പാരായണം നിർത്താതെയും പാരായണം ചെയ്യാം. രണ്ടിനും ഒരേ പ്രാധാന്യം. രണ്ടാണെങ്കിലും അവിടെ ശത്ത എന്ന് പറഞ്ഞങ്ങ് പോവാണ് ചെയ്യുക, നിർത്തുകയാണെങ്കിലും കൂട്ടി പാരായണം ചെയ്യുകയാണെങ്കിലും. ഇനി ബി അന്നഹും എന്നുള്ളിടത്ത് നൂന് ഷദ് വന്നു, അത് മണിച്ചിട്ട് പറയണം. ബി അന്നഹും. ഖൗമുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം വരുന്നത് ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ പൂർണ്ണമായിട്ടും തൻവീനിനെ ലാമിലേക്ക് ലയിപ്പിക്കുക. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഖൗമുൻ എന്ന് പറയില്ല, ഖൗമു എന്ന് പറഞ്ഞിട്ട് ലാമിന് ഷദ്ദുള്ള പോലെയാണ് പറയുക. ഖൗമുല്ല. യാഖിലൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂന്. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതായിട്ട് മാറും. യാഖിലൂൻ. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ ബഅ്സുഹും ബൈനഹും ശദീദ് തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ശത്താ ذلك بأنهم قوم لا يعقلون. ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലാ യുഖാതിലൂനകും, അവിടെ യുഖാതിലൂനകും എന്നെടുത്തു കഴിഞ്ഞാൽ ഫിഅല്, ഫായില്, മഫ്ഊലും ബിഹി എല്ലാം അവിടെ വന്നു. യുഖാതിലു എന്നുള്ള ആ ഭാഗം അതിൻ്റെ ഫിഅലാണ്. യുഖാതിലൂന എന്ന് പറയുമ്പോൾ അവസാനത്തെ ആ വാവ്, ആ ലൂന എന്നുള്ള ഭാഗത്തുള്ള വാവുണ്ടല്ലോ, അതാണ് ഫായിലായിട്ട് പറയാം. അവർ എന്നുള്ള അർത്ഥത്തിലാണല്ലോ അത് വന്നത്. പിന്നെ കും എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. ജമീഅൻ എന്നുള്ളത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം, ഹാലിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയ രൂപത്തിൽ എഴുതിയത്. ഹാലിൻ്റെ പദങ്ങൾ അങ്ങനെയാണ് എഴുതുക. ജമീഅൻ ഒന്നിച്ചവരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് യോജിച്ച് നിന്നവരായിക്കൊണ്ട്. ഫീ ഖുറൻ, ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീൻ കൊണ്ടോ ആണ് അത് സൂചിപ്പിക്കുക. പക്ഷേ ഇവിടെ വന്നത് ഖുറൻ എന്നുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അവസാനത്തിലൊരു ഇല്ലത്തിൻ്റെ അക്ഷരം, ഒരു യാ കണ്ടില്ലേ, ഉച്ചരിക്കാത്ത യാ, അത് ഇല്ലത്തിൻ്റെ അക്ഷരം എന്നാണ് പറയുക. അതിൻ്റെ മേലെ ഹർക്കത്തൊന്നും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കസ്റോ കസ്ർ തൻവീനോ ഒന്നും അത്തരം പദങ്ങൾക്ക് ഇടാൻ കഴിയില്ല. അപ്പോൾ അവിടെ ജറ് കിട്ടിയ പദം തന്നെയാണത്. ഖുറൻ എന്നുള്ളത് ജറ് കിട്ടിയ പദം തന്നെയാണ്, മജ്റൂറാണ്. പക്ഷേ നോക്കിയാൽ കാണാൻ പറ്റൂല എന്നർത്ഥം. ഇനി ഈ ഖുറൻ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദം സിഫത്താണ് മുഹസ്സനത്തിൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുറൻ എന്നുള്ളത് ജറ് കിട്ടിയ പദമായതുകൊണ്ട് മുഹസ്സനത്തും ജറ് കിട്ടിയ പദമായിരിക്കണം. അതുകൊണ്ടാണ് മുഹസ്സനത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീന് കൊടുത്തത്. ഇനി മിൻ വറാഇ, മിൻ വന്നതുകൊണ്ട് വറാഇ എന്നെഴുതി. ആ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. വറാ എന്നുള്ളത് അവിടെ ഇസ്മായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വറാ എന്നുള്ളതിനെ ജുദുർ എന്നുള്ളതിലേക്ക് ചേർത്തിയിരിക്കുകയാണ്. മുലാഫ് മുലാഫിനിലേഹി, ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിനിലേഹി എന്നാണ് പറയാം. മുലാഫിനിലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. ഇവിടെ ജുദുർ എന്നുള്ള പദമാണല്ലോ മുലാഫിനിലേഹി, അപ്പോൾ അതിന് ജറ് കിട്ടണം. അതുകൊണ്ടാണ് ജുദുരിൻ, കസ്ർ തൻവീനാണ് അവിടെ ശരിക്ക്. പക്ഷേ തജ്വീദിൻ്റെ നിയമം ശരിയാവാൻ വേണ്ടിയിട്ട് അവിടെ ആ കസ്ർ തൻവീനിലെ ഒരു വര ഇട്ടിട്ട് അടുത്ത വരയ്ക്ക് പകരം ഒരു മീമായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ശരിക്കും അവിടെ
കസ്ർ തൻവീനാണ് വേണ്ടത്. ആ തജ്വീദ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മീം ഇട്ട് കൊടുത്തത്, തൻവീൻ്റെ ഒരു വര ഒഴിവാക്കിയിട്ട്. ഇനി തഹ്സബുഹും ജമീഅൻ, തഹ്സബുഹും താങ്കൾ അവരെക്കുറിച്ച് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ തഹ്സബു എന്ന് പറയുമ്പോൾ താങ്കൾ അൻത എന്നുള്ള ആ ഒരു സംഗതിയാണ് അവിടുത്തെ ഫാഇൽ, കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. പിന്നെ ക്രിയ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു എന്നുള്ളത്. ഹും എന്നുള്ളത് അവരെക്കുറിച്ച്, അപ്പോൾ അത് അതിൻ്റെ മഫ്ഊലും ബിഹിയാണ്. ഇനി അതിൽ തന്നെ മറ്റൊരു മഫ്ഊലും ബിഹിയും കൂടെ വരുന്നുണ്ട്, ജമീഅൻ ഒരുമിച്ചവരാണെന്ന്, അതും മഫ്ഊലും ബിഹിയാണ്. ഇനി വ ഖുലൂബുഹും ഷത്ത, അവിടെ ഖുലൂബ് എന്നുള്ള അത് മുബ്തദാണ്. ഒരു ഖുലൂബുഹും ഷത്ത എന്ന് ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ മുബ്തദ ഖബർ വന്നിട്ടുള്ള ഒരു ജുംലത്തുൽ ഇസ്മിയാണത്. അതായത് ഇസ്മു കൊണ്ട് തുടങ്ങുന്ന വാചകത്തെയാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയാം. അതിൻ്റെ തുടക്കത്തിലുള്ള ഇസ്മിനെ മുബ്തദ എന്നും പിന്നീട് അതിൻ്റെ വിവരണമായിക്കൊണ്ട് വരുന്ന ഭാഗത്തെ ഖബർ എന്നും പറയും. അപ്പോൾ ഇവിടെ ഖുലൂബുഹും, ആ ഖുലൂബ് എന്നുള്ള ഭാഗം മുബ്തദ ആണ്, ഷത്ത എന്നുള്ള ഭാഗം ഖബറാണ്. മുബ്തദനും ഖബറിനും രണ്ടിനും റഫ് കിട്ടിയ രൂപമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീന് കൊണ്ടോ. ഇപ്പോൾ ഇവിടെ ഖുലൂബു എന്നെഴുതി, അപ്പോൾ ഖുലൂബു എന്ന് പറയുമ്പോൾ ലമ്മാണ് നമുക്കറിയാം. ഷത്ത എന്നുള്ളതിൽ നേരത്തെ ഖുറൻ എന്നുള്ളത് പറഞ്ഞ പോലെ ഈ ഷത്ത എന്നുള്ളതിൽ റഫ് കിട്ടിയ രൂപമാണ്, പക്ഷേ ലമ്മ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അവിടെ ലമ്മുണ്ട് അല്ലെങ്കിൽ ലമ്മ് കിട്ടിയ അവസ്ഥയാണ്, മർഫു ആണ് നമ്മൾ വിചാരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് മർഫു ആണ് അല്ലെങ്കിൽ റഫ് കിട്ടിയ രൂപമാണ് അതിനുള്ളത്. പക്ഷേ അവിടെ ലമ്മ് തൻവീനോ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെയും ആ ഷത്ത എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാം ഒരു യാഇൻ്റെ മേലെ, അല്ലെങ്കിൽ അവസാനത്തെ പദം ഒരു യാ ആണ്, ഉച്ചരിക്കാത്തൊരു യാ ആണ്. പിന്നെ ഒരു ആ എന്നുള്ള ഉച്ചാരണമാണ്. അപ്പോൾ അവിടെ നമ്മൾ അലിഫ് മക്സൂറ എന്നുള്ള രൂപത്തിലാണ് പറയാം. ശരി, ദാലിക ബി അന്നഹും, അന്ന എന്നുള്ളതിൻ്റെ ഇസ്മ ഹും എന്നുള്ളതാണ്. അന്ന ഇന്ന എന്നൊക്കെ വന്നാൽ അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് അന്നയുടെ ഇസ്മായിരിക്കും. ഇവിടെ അന്നഹും, അപ്പോൾ ഹും എന്നുള്ളതാണ് അന്നയുടെ ഇസ്മ്. അന്നയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. പക്ഷേ ഇവിടെ ഹും എന്നുള്ളതിന് നമുക്ക് കാണുന്ന രൂപത്തിൽ നെസ്ബ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി അന്നയുടെ ഖബർ എന്ന് പറഞ്ഞാൽ ആ ഇസ്മിനെ വിശേഷിപ്പിക്കുന്ന വിവരിക്കുന്ന പദം, അത് അന്നയുടെ ഖബറായിട്ട് പറയും. അതിനെപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീന് കൊണ്ടോ. ഖൗമുൻ എന്നാണ് അന്നയുടെ ഖബർ. അതിന് കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണുന്ന രൂപത്തിൽ തന്നെ ലമ്മ് തൻവീനുണ്ട്, അത് റഫ് കിട്ടിയ രൂപമാണ്, മർഫു ആണ്. ലാ യഅഖിലൂൻ എന്നെടുത്തു കഴിഞ്ഞാൽ അഖല യഅഖിലു യഅഖിലൂൻ, അതാണ് അതിൻ്റെ രൂപം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.